സോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗിൻ്റെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ആൻഡ് തെറാപ്പീസ് യൂസ്ഡ് ഇൻ മെൻ്റൽ ഡിസോർഡേഴ്സ് ആണ്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ടോപ്പിക്കായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ECT, അതായത് ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി. നമ്മൾ പണ്ട് സിനിമയൊക്കെ കാണുന്ന സമയത്ത് അതിനകത്ത് പറയുന്നത് ഷോക്ക് അടിപ്പിക്കാനായിട്ട് കൊണ്ടുപോവുക, അങ്ങനെ വിറങ്ങലിടിച്ച് ഭയങ്കരമായിട്ട് അങ്ങ് ഷിവർ ചെയ്യുന്നു എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ അതേ ഷോക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. പക്ഷെ നമുക്ക് നോക്കാം അത്രത്തോളം ഇലക്ട്രിസിറ്റിയൊക്കെ പാസ് ചെയ്യുന്നു എന്നൊക്കെ. സോ ഇതാദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കുറേ നാളായിട്ട് യുഗങ്ങളായി എന്ന് ചിന്തിക്കും. യുഗോ സെറിലിറ്റിയും അതേപോലെ ലൂസിനോ ബിന്നി എന്ന് പറയുന്ന വ്യക്തികളാണ് ECT കണ്ടുപിടിച്ചത്. 1980 ഇത് ആദ്യമായിട്ട് ECT ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇതൊരു ആർട്ടിഫിഷ്യലായിട്ട് നമ്മുടെ ബോഡിയിൽ ഗ്രാൻഡ് മാൽ സീഷർ, അതായത് ടോണിക് ക്ലോണിക് സീഷേഴ്സ് ഇൻഡ്യൂസ് ചെയ്യുന്ന ആർട്ടിഫിഷ്യലായിട്ടുള്ള ടെക്നിക്കാണ് ഇൻ വിച്ച് ഇലക്ട്രിക് കറണ്ട് നമ്മുടെ ബോഡിയിലോട്ട് പാസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പാരാമീറ്റേഴ്സ് ഒരുപാട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. 0.8 മുതൽ 0.9 ആംപിയർ മാത്രമാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ കുറേ നേരം പാസ് ചെയ്യുമായിരിക്കുമോ? ഇല്ല. അതായത് വെറും 0.7 to 1.5 സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ. ഡ്യൂറേഷൻ ഒരു 30 to 90 സെക്കൻഡ്സേ വരുന്നുള്ളൂ. ഓക്കെ, ഇത്രയും ചെറിയൊരു കാര്യമാണ് നമ്മൾ സിനിമയിലൊക്കെ ഭയങ്കര വലിയ കാര്യമായിട്ട് കാണിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ചെയ്യുന്നത് ഇലക്ട്രോഡുകൾ ഒന്നെങ്കിൽ ഈ സൈഡിലായിട്ട് വയ്ക്കും, അല്ലെങ്കിൽ ഒരു സൈഡിലായിട്ട് വയ്ക്കും. നമുക്ക് പലതായിട്ട് പറയാം. ഒന്ന് bilaterally into the frontal temporal region or unilateral or non-dominant. പല പടങ്ങളുണ്ടല്ലോ. ഒന്നുകിൽ രണ്ടെണ്ണം തന്നെ നമുക്ക് രണ്ട് സൈഡിലായിട്ട് വയ്ക്കാം, പിന്നെ യൂണിലാറ്ററലി വയ്ക്കാം ഒരു സൈഡിലായിട്ട്. ഓക്കെ, ഇനി മെക്കാനിസം ഓഫ് ആക്ഷൻ, ശരിക്കും അതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള മെക്കാനിസം നമുക്ക് അറിയില്ല. വി ഡസൻറ്റ് നോ. ഹൈപ്പോത്തസിസ് പറയുന്നത് ഈ ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പീസ് കൊടുക്കുന്ന സമയത്ത് ഇത് നമ്മുടെ കാറ്റക്കോളമൈൻസിൻ്റെ പാത്വേനെ എഫക്റ്റ് ചെയ്യുമെന്ന്. ഓക്കെ, ഇനി ഇതാക്കുക കൊടുക്കാം മേജറായിട്ടുള്ള സിവിയർ ഡിപ്രഷൻ ഉള്ളവർക്ക്, പിന്നെ ചിലവർക്ക് സ്റ്റൂപ്പറായിട്ടുള്ള, അതായത് ഇങ്ങനെ തന്നെ വെറുതെ ഇരിക്കുന്ന കുറേ പേരുണ്ട്. പിന്നെ ആവശ്യത്തിന് ഫുഡ് കഴിക്കാത്തത്, സൈക്കോട്ടിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ളവർക്ക്, സൂയിസൈഡൽ ടെൻഡൻസി ഉള്ളവർക്ക്, ആവശ്യത്തിന് അൺറെസ്പോൺസീവ് ആയിട്ടുള്ള പേഷ്യൻസിന്, ചില ഡ്രഗ്സുകൾ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര സിവിയർ ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് തരുന്നു എന്നുണ്ടെങ്കിൽ ഷോക്കിലോട്ടാണ് പോകുന്നത്. ഇനി ചിലപ്പോൾ ഡ്രഗ്സ് കൊടുത്തിട്ട് മെഡിക്കൽ മാനേജ്മെൻറ്റ് കൊണ്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ തെറാപ്പിയിലോട്ടാണ് പോകുന്നത്. പിന്നെ സിവിയർ കാറ്ററ്റോണിയ, അതായത് നോട്ട് അലൗ ടോണിയ മൂവ്മെൻറ്റ്, നോട്ട് അലോ മൂവ്മെൻറ്റ്, കാറ്ററ്റോണിയ. ഇതൊരു നോൺ ഒറിജിക്കാണ്. ഇത് സ്റ്റൂപ്പർ, പുവർ ആയിട്ടുള്ള അപ്പറ്റൈറ്റ്, മീൻസ് ഈ പറയുന്ന മെഡിക്കൽ മാനേജ്മെൻറ്റ് ട്രീറ്റ്മെൻ്റ് ഒന്നും പ്രോപ്പറായിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ഇങ്ങോട്ട് പോകും, ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പിയിലോട്ട് ചൂസ് ചെയ്യാറുണ്ട്. ഇനി കോൺട്രാ ഇൻഡിക്കേഷൻസ്, ആർക്കൊക്കെ ഇത് കൊടുത്തുകൂടാ? പൊതുവേ ഇത് നമ്മൾ രണ്ട് കാരണങ്ങളുണ്ട്. ആബ്സല്യൂട്ട് ഉണ്ട്, റിലേറ്റീവ് ഉണ്ട്. ആബ്സല്യൂട്ട് എന്ന് വെച്ചാൽ ICP കൂടുതലുള്ളവർക്ക് നമ്മൾ കൊടുക്കാനേ പാടില്ല. ഇൻ റിലേറ്റീവായിട്ട് നമ്മുടെ സെറിബ്രോ, കാർഡിയാക്, പൾമിനറി പ്രശ്നങ്ങളുള്ള പേഷ്യൻസിന് വി ഡോണ്ട് റെക്കമെൻഡ് ഇറ്റ്. ഇനി ഇതിന് 2 ടൈപ്പാണുള്ളത്. ഒന്ന് ഡയറക്റ്റും ഉണ്ട്, രണ്ടാമത്തത് മോഡിഫയബിൾ ആയിട്ടുള്ളതും ഉണ്ട്. മോഡിഫയബിൾ ECT. ഡയറക്റ്റിനകത്ത് നമ്മൾ ആദ്യമേ അനസ്തേഷ്യയോ അല്ലെങ്കിൽ മസിൽ റിലാക്സൻ്റോ ഒന്നും കൊടുക്കുന്നില്ല. കൂടാതെ തന്നെ ഡയറക്റ്റായിട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ജനറലൈസ്ഡ് ആയിട്ടുള്ള ടോണിക് ക്ലോണിക് കൺവൾഷൻസ് ഒക്കെ പെട്ടെന്ന് വരാം. ആൻഡ് അധികം ഇത് കൊടുക്കാറൊന്നുമില്ല. ഇനി മോഡിഫയബിൾ ECTക്കകത്താണെങ്കിൽ മസിൽ റിലാക്സൻറ്റും അനസ്തേഷ്യയും അഡ്മിനിസ്റ്റർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓസ്റ്റിയോപോറോസിസ് അങ്ങനെ അധികം സംഭവിച്ച് ഫ്രാക്ചറൊന്നും ആവാറൊന്നുമില്ല മോഡിഫയബിൾ ആണെങ്കിൽ.
ഇനി ആപ്ലിക്കേഷൻ ഓഫ് ECT 3 എണ്ണം ഉണ്ട്. യൂണിലാറ്ററൽ ഉണ്ട്, ബൈലാറ്ററൽ ഉണ്ട്, ബൈഫ്രോണ്ടൽ ഉണ്ട്. ദെൻ യൂണിലാറ്ററൽ എന്ന് പറയുന്നത് ഒരു സൈഡിലാണ്. ബൈഫ്രോണ്ടൽ എന്ന് പറയുന്നത് പ്ലേസ്ഡ് 2.5 to 4 സെൻറ്റിമീറ്റർ. ഇപ്പം ഈ ഒരു റീജിയൻ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും വയ്ക്കുന്നുണ്ടെങ്കിൽ 4 to 5 സെൻറ്റിമീറ്റർ പറയാം. അല്ലാതെ സൈഡിലാണെങ്കിൽ 2.5 to 4 സെൻറ്റിമീറ്റർ ആണ്. ഈച്ച് ഇലക്ട്രോഡ് ഓൺ ബോത്ത് ദ സൈഡ്സ് മിഡ് പോയിൻറ്റ് ഓൺ ദ ലൈൻ ജോയിനിങ് ദ ട്രാഗസ് ഓഫ് ദ ഇയർ ആൻഡ് ലാറ്ററൽ ക്യാൻഡസ് ഓഫ് ദ ഐ. ഓക്കെ, ഇതെന്താണ് നമ്മുടെ ഇയറിൻ്റെ ട്രാഗസ് എന്ന പാർട്ടും അതേപോലെ തന്നെ ഐൻ്റെ ക്യാൻഡസ് എന്ന ക്യാൻഡസുമായിട്ട് ആ ഒരു അത്രയും എവിടെയാണ് വയ്ക്കുന്നത് ആ ഒരു ലൈൻ അറിയാൻ വേണ്ടിയാണ്. ബൈഫ്രോണ്ടൽ എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ വയ്ക്കുന്നു നമ്മൾ പറഞ്ഞു. ഇനി കോഴ്സ് ഓഫ് ECT നമ്മൾ എല്ലാ ദിവസവും കൊണ്ട് ECT കൊടുക്കും. ബേസിക്കലി പറയുന്നത് ഒരാഴ്ചയിൽ മാക്സിമം 2 to 3 തവണയാണ് ട്രീറ്റ്മെൻറ്റ്. ഇനി ഓരോ പേഷ്യൻസിനും അവരുടെ ഡയഗ്നോസിസ് അനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് റെജിമെൻറ്റ് മാറ്റാറുണ്ട്. ഇപ്പം സൈക്കോസിസ് ഉള്ള പേഷ്യൻ്റ്, മാനിയ ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ ഏകദേശം 20 ട്രീറ്റ്മെൻറ്റോളം പറയുന്നുണ്ട്. ആൻഡ് ചില പേഷ്യൻസ് ഇപ്പം കാറ്ററ്റോണിയുള്ള പേഷ്യൻസ് ആണെങ്കിൽ 3 മുതൽ 5 ട്രീറ്റ്മെൻറ്റ് വരെ നടക്കുമ്പോൾ തന്നെ അവർക്കൊന്ന് നോർമൽ ആവാറുണ്ട്. ഇനി ECTയിൽ ടീം ആരൊക്കെ വേണം? ഓഫ് കോഴ്സ് സൈക്യാട്രിസ്റ്റ് വേണം, പിന്നെ നേഴ്സ് വേണ്ടേ. പിന്നെ നേഴ്സ് തന്നെ ഒരു എയ്ഡഡ് ആയിട്ടുള്ള നേഴ്സും മീൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നേഴ്സും ഉണ്ട്, അല്ലാതെ ഈ സൈക്യാട്രിക് കാര്യങ്ങൾ അറിയാവുന്ന നേഴ്സുണ്ട്, അനസ്തേഷ്യസ്റ്റ് ഉണ്ട്. നമ്മൾ പറഞ്ഞായിരുന്നു മോഡിഫൈബിൾ ആണെങ്കിൽ അനസ്തേഷ്യയും മസിൽ റിലാക്സൻ്റ് എല്ലാം ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ അനസ്തേഷ്യ, ECT അസിസ്റ്റൻസ് ഒക്കെ ഉണ്ടെന്ന് പറയും. ECT അസിസ്റ്റൻസ് ഉണ്ട്. ഇനി ഏത് ഡ്രഗാണ് നമ്മൾ കൊടുക്കുന്നതെന്ന്, ഇഞ്ചക്ഷൻ അട്രോപ്പിൻ കൊടുക്കാറുണ്ട്, ഇഞ്ചക്ഷൻ സക്സിനൈൽ കോളിന് ആൻഡ് ഇഞ്ചക്ഷൻ തയോപെൻറ്റനൈൽ സോഡിയം കൊടുക്കാറുണ്ട്. ഇനി പ്രീ ട്രീറ്റ്മെൻറ്റ് മെഡിക്കേഷൻ ആണെങ്കിൽ നമ്മൾ ECT കൊടുക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഇഞ്ചക്ഷൻ അട്രോപ്പിൻ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നുണ്ട്. 0.6 മില്ലിഗ്രാം ഒന്നുകിൽ IM ആയിട്ടോ IV ആയിട്ടോ സബ്ക്യൂട്ടേനിയസ് ആയിട്ടോ നമുക്ക് കൊടുക്കാം. ഇനി മറ്റൊരു ഡ്രഗാണ് ഇഞ്ചക്ഷൻ ഗ്ലൈക്കോപൈറോലേറ്റ്. ഇതും നമ്മൾ ECT കൊടുക്കുന്നതിന് അരമണിക്കൂർ മുമ്പാണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട് ECT അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ട്. അവർക്ക് മെമ്മറി ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്, അറ്റൻഷൻ സീക്കാൻ പാടായിരിക്കും, മീൻസ് അറ്റൻഡ് ചെയ്യാൻ പാടായിരിക്കും, അറ്റൻഷൻ കുറവായിരിക്കും, കോൺസെൻട്രേഷൻ കുറവായിരിക്കാം, പിന്നെ ടങ്ക് ബൈറ്റ്, ഇൻകോണ്ടിനൻസ്, നോസിയ, പിന്നെ ഡ്രൈ ആയിട്ടുള്ള മൗത്ത്, ഇതൊക്കെയാണ് ഇതിൻ്റെ സൈഡ് എഫക്റ്റ്. ഇനി കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇത് ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള കണ്ടീഷനിലോട്ട് വരെ പോവാം, പക്ഷെ അത് വളരെ റെയറാണ്. പിന്നെ ECT നമ്മുടെ ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. എൽഡർലി പീപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ECT ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ മേ ബി ഓസ്റ്റിയോപൊറോസിസിലൊക്കെ പോവാം. പ്രത്യേകിച്ച് ഡയറക്റ്റ് ആയിട്ടുള്ള ECT ഒക്കെ ആണെങ്കിൽ ചാൻസസ് ഹൈ. ഇനി റോൾ ഓഫ് നേഴ്സ്, നമ്മൾ ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി കൊടുക്കുന്നതിന് മുമ്പും കൊടുക്കുന്ന സമയം കൊടുത്തതിന് ശേഷവും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ECT കൊടുക്കുന്നതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ പേഷ്യൻറ്റിൽ നിന്ന് ഇൻഫോംഡ് ആയിട്ടുള്ള കൺസെൻറ്റ് മേടിക്കുക ഒന്ന്, പിന്നെ അവരെ ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കണം. ദെൻ വി ഹാവ് ടു ചെക്ക് ദ വൈറ്റൽസ് ഓഫ് ദ പേഷ്യൻറ്റ്. പിന്നെ ഡ്രഗ്സ് എന്തെങ്കിലും പ്രീ മെഡിക്കേഷൻസ് അഡ്മിനിസ്റ്റർ ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇഞ്ചക്ഷൻ ഗ്ലൈക്കോപൈറോലേറ്റും ഇഞ്ചക്ഷൻ അട്രോപ്പിൻ 0.6 മില്ലിഗ്രാം IM IV സബ്ക്യൂട്ടേനിയസ് അതാണെങ്കിലും മെഡിസിൻസ് അഡ്മിനിസ്റ്റർ നമുക്ക് ചെയ്യാം. പിന്നെ ഫുഡ് ആണെങ്കിൽ വി ഹാവ് ടു കീപ്പ് NPO ഫോർ 6 hours ആൻഡ് ബൗൽ ആൻഡ് ബ്ലാഡർ ഒന്ന് എംപ്റ്റി ചെയ്ത് ഇട്ടേക്കുക. ദെൻ പേഷ്യൻറ്റിനോട് നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്തൊക്കെ റിസ്ക് വരാം എന്ന് പറയുക. ആൻഡ് സ്മോക്കിംഗ് എല്ലാം കഴിവതും അവോയ്ഡ് ചെയ്യുക. എന്തെങ്കിലും തരത്തിലുള്ള ഡെഞ്ചേഴ്സോ പ്രോസ്തെറ്റിക്സോ വെപ്പ് കാലോ വെപ്പ് പല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളതിനെ റിമൂവ് ചെയ്ത് വെക്കുക. ദെൻ തലേ ദിവസം നമ്മൾ ആൻറ്റി കൺവൽസെൻ്റ് ഡ്രഗുകളായിട്ടുള്ള ഡയാസെപ്പം ലൊറാസെപ്പം ഒക്കെ കഴിക്കുന്നെങ്കിൽ നമ്മൾ വി ഹാവ് ടു സ്റ്റോപ്പ് ഇറ്റ്. കാരണം എന്താണ്? ബിക്കോസ് ആൻറ്റി കൺവൽസീവ് ഡ്രഗ് കൊടുക്കുന്നതിന് തന്നെ കൺവൽഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷെ നമ്മുടെ ECT കൊടുക്കുന്നതിനുള്ള ഇൻറ്റൻഷൻ എന്താണ്? പേഷ്യൻസിന് ഗ്രാൻഡ് മാൽ സീഷേഴ്സ്, ടോണിക് ക്ലോണിക് സീഷേഴ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്.
ഈ ടോണിക് സീഷർ എത്ര സെക്കൻഡ് ആണെന്ന് പറഞ്ഞാൽ ഇല്ല. ടോണിക് ആണെങ്കിൽ ഒരു 10 to 15 സെക്കൻഡ് വരെ നിൽക്കും. വേറെ ക്ലോണിക് ആണെങ്കിൽ 30 മുതൽ 60 സെക്കൻഡ് വരെയാണ് നിൽക്കുന്നത്. ഓക്കെ. ഇനി ECT റൂമിൽ വെച്ചിട്ടാണെങ്കിൽ നമ്മളെ പേഷ്യൻറ്റിൻ്റെ പൊസിഷൻ ചെയ്യുക. സുപ്പൈനായിട്ടുള്ള പൊസിഷനാണ്. ദെൻ പേഷ്യൻ്റ് NPO തന്നെ ബ്ലാഡർ ബവൽ മൂവ്മെൻറ്റ് എന്താണ്, ഇപ്പോൾ empty ആണോ എന്നൊക്കെ നോക്കുക. പിന്നെ പേഷ്യൻറ്റിൻ്റെ കൺസെൻറ്റ് അതെടുക്കുക. ഡ്യൂറിങ് ദ പ്രൊസീജിയർ എന്താണ്, സുപ്പൈൻ പൊസിഷനിൽ കിടത്തുക, ഡ്രഗ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുക, സ്കാൽപ്പെല്ലാം നല്ല ക്ലീൻ ആക്കി വെക്കുക, അപ്ലൈ കണ്ടക്റ്റീവ് ജെല്ല്. പിന്നെ നമ്മൾ പേഷ്യൻറ്റിന് പ്രീ ECTയുടെ സമയത്ത് തന്നെ ഷാംപൂ ചെയ്യണം. കാരണം ഈ നമ്മുടെ തലമുടിയിൽ ഓയിലുണ്ടെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് കറണ്ടിന് പുറത്തു നിന്ന് അകത്തോട്ട് പാസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും. സോ നമ്മൾ ഷാംപൂ ചെയ്ത് മാക്സിമം എമൗണ്ട് ഓഫ് ഓയിലും ഡേർട്ട് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് എല്ലാം അങ്ങ് റിമൂവ് ചെയ്ത് വാഷ് ചെയ്ത് കളയണം. ദെൻ പേഷ്യൻ്റ് എന്തെങ്കിലും ഓവറോൾ ആയിട്ടുള്ള സെക്രീഷൻസ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ഈ 2 ഡ്രഗുകൾ പറഞ്ഞല്ലോ, ഇഞ്ചക്ഷൻ സക്സിനൈൽ കോളിനും അതേപോലെ സക്സിനൈൽ കോളിൻ ഒരു മസിൽ റിലാക്സേറ്റനാണ്. വേറെ തയോപെൻറ്റനൈൽ സോഡിയം ഒരു അനസ്തെറ്റിക് ആണ്. നമ്മൾ ഈ ആൻറ്റി കോളിനർജിക് ഡ്രഗൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇത് നമ്മുടെ സെക്രീഷൻസ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഓൾറെഡി അറിയാം ഈ സീഷേഴ്സൊക്കെ വരുന്ന സമയത്ത് മേ ബി അവർക്ക് ഈ ഇങ്ങനെ സെക്രീഷൻസ് ഒക്കെ വായിൽ നിന്ന് വരാം. അതിൻ്റെ തോത് കുറയ്ക്കാനായിട്ട് ഒരു മിനിറ്റ് ആൻറ്റി കോളിൻ സെക്രീഷൻസ് കൂട്ടും. അത് വേണ്ട. പിന്നെ അടുത്തയാണ് പോസ്റ്റ്. നമ്മൾ പേഷ്യൻറ്റിൻ്റെ റെസ്പിറേറ്ററി റേറ്റ് ചെക്ക് ചെയ്യണം. എന്തെങ്കിലും തരത്തിലുള്ള പേഷ്യൻറ്റിൻ്റെ കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ടോ. പിന്നെ സിവിയർ ആയിട്ടുള്ള കോസാണ് ഡയാസെപ്പം. പേഷ്യൻറ്റിൻ്റെ സൈഡ് ലൈൻ പൊസിഷനിൽ കിടത്തുക. പ്രോപ്പറായിട്ടുള്ള പൊസിഷനിങ് വേണം. സക്ഷനിങ് വേണമെന്നുണ്ടെങ്കിൽ സക്ഷൻ ചെയ്യുക. ആൻഡ് പേഷ്യൻറ്റിനോടൊപ്പം തന്നെ ഉണ്ടായിട്ട് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഡോക്യുമെൻ്റ് ചെയ്ത്. ഇത്രയാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിച്ചത് ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പീസ് എന്താണെന്ന്, അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു, എന്തൊക്കെ പാരാമീറ്റേഴ്സാണുള്ളതെന്ന്, പിന്നെ ഇൻഡിക്കേഷൻ ആർക്ക് കൊടുക്കാം, ആർക്ക് കൊടുത്തുകൂടാ, എന്തൊക്കെയാണ് അതിൻ്റെ ടൈപ്പ്, അത് നമ്മൾ ഡയറക്റ്റായിട്ട് കൊടുക്കുന്നതും പറഞ്ഞു, മോഡിഫൈഡബിൾ ആയിട്ടുള്ളതും പറഞ്ഞു. ദെൻ ആപ്ലിക്കേഷൻ ഓഫ് ECT യൂണിലാറ്ററലുണ്ട്, ബൈലാറ്ററലുള്ള കാര്യം പറഞ്ഞു. മീൻസ് എപ്പോഴാണ് കോഴ്സ് എത്ര നാളത്തേക്ക് കൊടുക്കുന്നത്, ഏകദേശം ഒരാഴ്ച 2 മുതൽ 3 തവണ വെച്ച് നമുക്ക് കൊടുക്കാം. ആൻഡ് 20 ട്രീറ്റ്മെൻറ്റ്സ് ആണ് സൈക്കോസിസിനും മാനിയയ്ക്കുമായിട്ട് നമ്മൾ പറയുന്നത്. ആൻഡ് കാറ്ററ്റോണിയ വരുന്ന സമയത്ത് ഒരു 3 മുതൽ 5 ട്രീറ്റ്മെൻറ്റോടെ തന്നെ പേഷ്യൻറ്റ് ഓക്കെ ആവും. പിന്നെ മെഡിക്കേഷൻസിൻ്റെ കാര്യം പറഞ്ഞു. ഇഞ്ചക്ഷൻ ഗ്ലൈക്കോപൈറലേറ്റ്, ഇഞ്ചക്ഷൻ അട്രോപ്പിൻ 0.6 mg, IV IM സബ്ക്യൂട്ടേനിയസ്, ഇഞ്ചക്ഷൻ സക്സിനൈൽ കോളിന്, പിന്നെ സോഡിയം പെൻഡലൈറ്റ് കാര്യം പറഞ്ഞു. ദെൻ എന്തൊക്കെ സൈഡ് എഫക്റ്റ് ആണ് വരുന്നതെന്ന്, മെമ്മറി ഇഷ്യൂസ്, അറ്റൻഷൻ, കോൺസെൻട്രേഷൻ ഇല്ലായ്മ, പിന്നെ നാക്ക് ബൈറ്റ് ചെയ്യുന്നത്, മൗത്ത് ഡ്രൈ ആവുന്നത്, നോസി അനുഭവപ്പെടുന്നതൊക്കെ. കോംപ്ലിക്കേഷനായിട്ട് പറയുന്ന ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷൻസ് വരാം. നമ്മുടെ ബ്രെയിനിനെ ഒന്നും അധികമായിട്ട് ഡാമേജ് ചെയ്യുന്നില്ല. ദെൻ പ്രീ ECT ഉണ്ട്, ECT ഉണ്ട്, പോസ്റ്റ് ECT ഉണ്ട്. പ്രീ ECT എന്ന് പറയുന്നത് മെഡിക്കൽ ആൻഡ് സൈക്യാട്രിക് ഹിസ്റ്ററി നമ്മൾ കളക്ട് ചെയ്യുന്നത്, പേഷ്യൻറ്റിന് ഇൻഫോംഡ് ആയിട്ടുള്ള കൺസെൻറ്റ്, ഇൻഫോംഡ് ഷീറ്റ്, പേഷ്യൻറ്റിന് NPO ആക്കി നമ്മൾ വെക്കണം, വൈറ്റൽസ് ചെക്ക് ചെയ്യണം. എന്തെങ്കിലും തലേ ദിവസം മരുന്ന് കഴിക്കാനുണ്ടെങ്കിൽ തലേ ദിവസം നമ്മൾ മരുന്ന് സ്റ്റോപ്പ് ചെയ്യണം, ആൻറ്റി കൺവൾസീവ് ഡ്രഗ്സ് എല്ലാം. ബേസിക്കലി പേഷ്യൻറ്റിൻ്റെ കൺസെൻറ്റ് മേടിക്കാം, മരുന്ന് നിർത്താനാണെങ്കിൽ നിർത്തുക, പേഷ്യൻറ്റിനെ പ്രിപ്പയർ ചെയ്യുക, തലയിൽ ഷാമ്പു വേണമെങ്കിൽ ഷാമ്പു ചെയ്യുക, ബൗൽ നോക്കുക, അതൊക്കെ. ECT റൂമിൻ്റെ ആണെങ്കിലും പേഷ്യൻറ്റിനെ സുപ്പൈനായിട്ട് കിടത്താനായിട്ട് ശ്രമിക്കണം. ആഫ്റ്റർ ദ പ്രൊസീജിയർ ആണെങ്കിൽ നമ്മൾ റെസ്പിറേറ്ററി റേറ്റ് നോക്കണം. ദെൻ സൈഡ് ലൈൻ പൊസിഷൻസ്, പേഷ്യൻറ്റിൻ്റെ കൂടെ ഉണ്ടായിട്ട് എല്ലാ കാര്യങ്ങളും ഡോക്യുമെൻ്റ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ECTക്കകത്ത് വരുന്നത്. ഓക്കെ, നമ്മൾ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഡെഫിനിഷൻ പറഞ്ഞു, അതിൻ്റെ കോഴ്സ് പറഞ്ഞു, പാരാമീറ്റേഴ്സ് പറഞ്ഞു, ഇൻഡിക്കേഷൻസ് പറഞ്ഞു, കോൺട്രാ ഇൻഡിക്കേഷൻസ് പറഞ്ഞു, അതിൻ്റെ ടൈപ്സ് പറഞ്ഞു, ദെൻ അതിൻ്റെ സൈഡ് എഫക്റ്റ് പറഞ്ഞു, ഒരു റോൾ ഓഫ് നേഴ്സ്, ECT കൊടുക്കുന്നതിന് മുമ്പ്, ECTയുടെ സമയത്ത്, ആൻഡ് ആഫ്റ്റർ ECT.
എവിടെയൊക്കെ പൊസിഷൻ നമുക്ക് ചെയ്യാം എന്നൊക്കെ. സോ അത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഐ ഹോപ്പ് ദാറ്റ് യു ആർ ഓൾമോസ്റ്റ് ക്ലിയർ വിത്ത് ദ ടോപ്പിക്. സോ സി യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വിത്ത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ടഫ് ഒന്നുമല്ല, വി ക്യാൻ പഠിച്ചെടുക്കാൻ പറ്റും, ദാറ്റ് ഈസ് സൈക്കോ ഫാർമക്കോളജി. സോ ടി യു, ടാറ്റാ.